ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ആണ് മേജർ ആയിട്ടുള്ള ഡിമാൻഡ് വന്നിട്ടുള്ളത്. നമ്മൾ കാണാം ഓരോ വർഷം ഈ സെയിം സ്റ്റോറിയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഓരോ പരീക്ഷ എഴുതാൻ പോകും, പരീക്ഷാ സെന്ററിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ പരീക്ഷ ക്യാൻസൽ ആയി എന്നുള്ള വിവരം അറിയണം. രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടിൽ പാറ്റകളുടെ രാജ്യവ്യാപക പ്രതിഷേധം ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ മലയാളികൾ അടക്കമുള്ള ആളുകൾ പ്രതിഷേധത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലെ JNU സർവകലാശാലയിലെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഗോപിക ബാബു മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. വലിയ തോതിലാണ് ഇപ്പോൾ പാർട്ടികൾ രാജ്യത്ത് പാറിപ്പറക്കുന്നത്. അതെ, SFIയുടെ ഭാഗത്തു നിന്ന് ഒരു സോളിഡാരിറ്റി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. CJPയുടെ ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഈ ഒരു അജണ്ട ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ആണ് മേജർ ആയിട്ടുള്ള ഡിമാൻഡ് വന്നിട്ടുള്ളത്. നമ്മൾ കാണാം ഓരോ വർഷം ഈ സെയിം സ്റ്റോറിയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അടക്കമുള്ള വിദ്യാർത്ഥികൾ ഓരോ പരീക്ഷ എഴുതാൻ പോകും, പരീക്ഷാ സെന്ററിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ പരീക്ഷ ക്യാൻസൽ ആയി എന്നുള്ള വിവരം അറിയണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ടായിരിക്കും ടെലഗ്രാമിൽ ഈ പേപ്പർ ഓൾറെഡി വന്ന വിവരം അറിയണത്. അപ്പോൾ ഇയർ ആഫ്റ്റർ ഇയർ ഈ പേപ്പർ ലീക്സും പേപ്പർ ക്യാൻസലേഷനും യൂത്തിൻ്റെ അണ്ടറിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ്. ഞാൻ ഒരു PhD സ്റ്റുഡൻ്റ് ആണ്, പക്ഷേ ഇത് കഴിഞ്ഞിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പോസിബിലിറ്റി പ്രോസ്പെക്ടസ് എന്താണ് ഈ കൺട്രിയിൽ എന്ന് വെച്ചാൽ ഭയങ്കര അൺസർട്ടൺ ആണ്. അപ്പോൾ ഈ ഒരു നിലയിലുള്ള അൺസർട്ടനിറ്റി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ലാക്ക് ഓഫ് ട്രസ്റ്റ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതിൻ്റെ ഒരു ടിപ്പിംഗ് പോയിന്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ പാറ്റകളുടെ ഒരു പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷനെ നോക്കിക്കാണുന്നത്. പൂർണ്ണമായും ധർമ്മേന്ദ്ര പ്രധാൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണം എന്നുള്ളതാണോ SFIയുടെ ഒരു നിലപാട്? അതെ, നമ്മൾ നീറ്റ് UGയുടെ ലീക്ക് ഉണ്ടായപ്പോൾ ആദ്യത്തെ വൺ ഓഫ് ദ ഫസ്റ്റ് പ്രൊട്ടസ്റ്റ് നടത്തിയത് എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ ഓപ്പോസിറ്റ് SFI നേതൃത്വം എടുത്തിട്ടാണ് നമ്മൾ നടത്തിയത്. ആ സമയത്ത് ഏത് തരത്തിലാണ് ഇവിടുത്തെ ദില്ലി പോലീസ്, രേഖാ ഗുപ്തയുടെ അണ്ടറിലുള്ള ദില്ലി പോലീസിന്റെ ബ്രൂട്ടൽ റിപ്രഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഓരോ പേപ്പർ ലീക്കും അതിനെ കവറപ്പ് ചെയ്യാനുള്ള ഗവൺമെന്റിന്റെ ഓരോ അജണ്ടകളും. അപ്പോൾ ഈ ഓരോ വർഷം നടക്കുന്ന ഓരോ പേപ്പർ ലീക്കിനെതിരായും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉള്ളിൽ നടക്കുന്ന കറപ്ഷനും പോയിന്റ് ഔട്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഡെമോൺസ്ട്രേഷൻ. ധർമ്മേന്ദ്ര പ്രധാൻ ബീയിങ് ദ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് ദ കൺട്രി ഷുഡ് ടേക്ക് അക്കൗണ്ടബിലിറ്റി ആൻഡ് റിസൈൻ ഫ്രം ഹിസ് പോസ്റ്റ്. ഈ CJPയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ SFI പിന്തുണ നൽകുമ്പോൾ എങ്ങനെയാണ് SFIയുടെ ഒരു നിലപാട്? നമ്മളിപ്പോൾ സോളിഡാരിറ്റി കൊടുത്തേക്കുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റിനാണ്. ബിക്കോസ് വി സപ്പോർട്ട് ദ അജണ്ട ആൻഡ് വി സപ്പോർട്ട് ദ ഡിമാൻഡ് ദാറ്റ് ദേ ഹാവ് ബ്രോട്ട് ഫോർവേഡ്. അപ്പോൾ CJP ഇപ്പോൾ ഒരു വളർന്നു വരുന്ന അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ജസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഫുൾ ആയിട്ടുള്ള അനാലിസിസ് ചെയ്തിട്ട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സോളിഡാരിറ്റി പ്രഖ്യാപിക്കാനുള്ള ഒരു പൊസിഷനിലല്ല SFI. നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയി നോക്കുന്നത് ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഡിമാൻഡും അത് നമുക്ക് ശരിയായിട്ട് തോന്നുന്നു, നമ്മളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ആ ഒരു ലെവലിൽ സോളിഡാരിറ്റി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുന്നോട്ടും അവർ എന്ത് രീതിയിലാണ് അവരുടെ ഐഡിയോളജി ഷേപ്പ് ആവണം, അവരുടെ ഡിമാൻഡ് ചെയ്ത രീതിയിലാണ് ഷേപ്പ് ആവണം, അതനുസരിച്ചായിരിക്കും SFIയുടെ നിലപാട്. പരീക്ഷാ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് SFIയും നിലപാട് ഉറച്ചു നിൽക്കുന്നത്. മറ്റു CJPയുടെ ഭാവി പരിപാടികൾ എങ്ങനെയാണെന്നതിലടക്കമുള്ള കാര്യങ്ങൾ വീക്ഷിച്ച് നിരീക്ഷണം നടത്തിയതിനു ശേഷമായിരിക്കും SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി സംഘടനകൾ CJPക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഗോപിക ബാബു വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ആരിഫ് മുഹമ്മദിനോടൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.